ഹായ് ഓൾ. അപ്പം വെൽക്കം ടു അനദർ വ്ലോഗ്. ഇന്ന് ഞങ്ങൾ ഈ പോകുന്നത് ഞങ്ങളുടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് വാങ്ങാനായിട്ടാണ്. ഇവിടെ ലക്നൗവിൽ ആലംബാഗ് ഏരിയയിൽ ചെറിയ സീസണൽ നഴ്സറി സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. അപ്പോൾ അതൊന്ന് പോയി നോക്കാം, എന്നിട്ട് അവിടെ നിന്ന് ആവശ്യമുള്ള പ്ലാന്റ്സ് ഒക്കെ വാങ്ങാം എന്നും കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ദാ ഈ കാണുന്നതില്ലേ, ഇത് പാഷൻ ഫ്രൂട്ടിന്റെ ഫ്ലവർ ആണ്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഹസ്ബൻഡ് അരുണാചലിലായിരുന്ന സമയത്ത് അവിടെ ഒരു ടൈപ്പ് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ആയിരുന്നു. ഒരു പർപ്പിൾ ബ്രൗൺ ഒക്കെ വരുന്ന ടൈപ്പ്, നല്ല ഡാർക്ക് കളറിലെ, മഞ്ഞയല്ല. അപ്പം അതിന്റെ കുരു കൊണ്ടുവന്ന് ഞങ്ങൾ ആലപ്പുഴയിൽ വീട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു. അതിലിഷ്ടം പോലെ പാഷൻ ഫ്രൂട്ട് ആവാറുണ്ട്. എൻ്റെ വീട്ടില് പൂക്കളും ചെടികളും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടില് പുള്ളിക്കാരനും. ബിഎസ്സി ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ആയിട്ട് കൂടി എനിക്ക് ഈ പ്ലാന്റ്സിന്റെ കാര്യത്തിലൊന്നും അത്ര വലിയ പിടുത്തമില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ നട്ട് കഴിയുമ്പം ചെടികളൊന്നും വളരാറില്ല. ഒന്നില്ലെങ്കിൽ അതിന് വെള്ളം കൂടുതൽ ഒഴിച്ച് ഞാൻ കൊല്ലും, ഇല്ലെങ്കിൽ വെള്ളം കൊടുക്കാതെ ഞാൻ കൊല്ലും. അത് തന്നെ കാരണം. ദാ ഇതിപ്പം ഓരോരോ സെക്ഷൻ സെക്ഷൻ തിരിച്ച് റോഡ് സൈഡിൽ നഴ്സറീസ് ആണ്. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ദാ ഇത് കണ്ടില്ലേ, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിനെ ഫ്രഞ്ച് മാരിഗോൾഡ് ആണെന്നാണ് തോന്നുന്നു പറയുന്നത്. ഞങ്ങൾ ഇവിടെ വന്നത് മാരിഗോൾഡ് വാങ്ങാൻ തന്നെയാണ്. പക്ഷെ ഇവിടെ വന്ന് ഇത് മൊത്തം കണ്ടു കഴിഞ്ഞപ്പം കടകൾ തന്നെ കുറെ ഉണ്ട്. മാത്രമല്ല പൂക്കളാണ് അതിന്റെ ഇരട്ടിയുണ്ട്. ഇതിപ്പോ ഏത് വാങ്ങുന്നുള്ള മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോയി. അങ്ങനെ ഞങ്ങള് എല്ലാ കടയിലും കേറി റേറ്റ് ചോദിച്ചു. ദാ കണ്ടില്ലേ, ഈ ഒരു ചെറിയ റോഡിന്റെ സൈഡിലായിട്ടാണ് ഇവര് കടകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങേയറ്റം തൊട്ട് ദാ അങ്ങേയറ്റം വരെ കടകളുണ്ട്. എല്ലാ കടകളിലും റെപ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുറെയൊക്കെ കളർ വെറൈറ്റീസ് ഇവിടെ കാണാൻ പറ്റി. സാധാരണ ഞങ്ങൾ പോകുന്ന നഴ്സറിയിൽ ഇത്രയധികം വെറൈറ്റീസ് ഒന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഞങ്ങൾ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്നു. ഇതിപ്പോ വൈകുന്നേരം തന്നെ പ്ലാന്റ്സ് നടാനുള്ളൊരു പരിപാടിയാണ്. കാരണം വൈകുന്നേരം റണ്ണിങ് വാട്ടർ ഉണ്ടാവും. 1-2 മണിക്കൂറത്തേക്ക് റണ്ണിങ് വാട്ടർ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ചെടിയൊക്കെ നനച്ചും കൂടെ വിടാലോ. ഇതിപ്പോ ഞാൻ പണിയെടുക്കുന്നത് വീഡിയോ എടുക്കൂ, കണ്ടന്റ് ആക്കൂ, എന്നെ വൈറലാക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നതാണ്. നടക്കുന്നതും വീഡിയോ എടുക്കണം, ഞാൻ വെള്ളം ഒഴിക്കുന്നതും വീഡിയോ എടുക്കണം. എന്തൊക്കെ ഡിമാൻഡ്സ് ആണല്ലേ. ശരിക്കും ഞങ്ങൾ രണ്ടുപേരും എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. പുള്ളി ഭയങ്കര സോഷ്യലും ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടും. അതല്ലെങ്കിലും അങ്ങനാണല്ലോ, ഓപ്പോസിറ്റ്സ് അട്രാക്ട്. ഇതിപ്പോ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ ഒരു ഏരിയ ആണ്, തുളസിയൊക്കെ ഇരിക്കുന്ന സ്ഥലം. അപ്പൊ അതിന്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഈ ക്രൈസാന്തമമാണ് നടുന്നത്. ഇതിപ്പം 5 പ്ലാന്റ്സ് ഉണ്ട്. 4 ഡിഫറെന്റ് കളേഴ്സ് ആയിരുന്നു വാങ്ങിയത്. ഞങ്ങൾ ഇത് നട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിന്റർ ആയതുകൊണ്ട് നേരത്തെ തന്നെ ഇരുട്ടാവും. അപ്പൊ പിന്നെ ഞങ്ങൾ അന്ന് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇതിപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോയാണ്. എല്ലാ പ്ലാന്റ്സും നട്ട് കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ല പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ടില് ഇതാ ഞങ്ങളുടെ തുളസി കണ്ടില്ലേ? ഇത് വളർന്ന് പന്തലിച്ച് റൗണ്ട് പോലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു താഴെ വരെ. ഇതിപ്പോ സൈഡെല്ലാം വെട്ടിക്കളഞ്ഞ് കെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ പുതിയ ഇലയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഇത് ആകെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു. ഇപ്പൊ നല്ല രീതിയിൽ വളർന്നു വലുതായി. അപ്പൊ അന്ന് ഞങ്ങള് നട്ട പ്ലാന്റ്സ് ഏതൊക്കെയാന്ന് കാണിച്ചു തരാം. ദാ തുളസിയുടെ ഈ സൈഡിലായിട്ടുള്ളതെല്ലാം പെറ്റൂണിയാസ് ആണ്. പെറ്റൂണിയാസ് 2 ബഞ്ചാ ഞങ്ങൾ വാങ്ങിയത്. ഇത്രയും പ്ലാന്റ്സ് ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രൈസാന്തമം നട്ടതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഞങ്ങൾ പെറ്റൂണിയാസ് നട്ട് വെച്ചിട്ടുണ്ട്. അത്രയധികം പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെയും ബാക്കി വന്നത് ഞങ്ങൾ ഗാർഡന്റെ വേറൊരു സൈഡിൽ നട്ടിട്ടുണ്ട്. ദാ ക്രൈസാന്തമം ഒക്കെ കണ്ടില്ലേ? നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ വാടിപ്പോകുന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ വാടിയിട്ടില്ല. അതെല്ലാം പിടിച്ചു. ഈ ക്രൈസാന്തമത്തിന്റെ നടുക്ക് നിൽക്കുന്ന ഈ വാടാമല്ലി ഉണ്ടല്ലോ, ഇത് അമ്മ വന്നപ്പോ നാട്ടീന്ന് കൊണ്ടുവന്ന ചെറിയൊരു കമ്പ് നട്ടതാണേ. ഇപ്പൊ ഇഷ്ടം പോലെ അതില് പൂ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെയുള്ള ഫ്ലവേഴ്സ് ഒക്കെ. വാടാമല്ലി ആണെങ്കിലും നാട്ടിലെ മുല്ലയാണെങ്കിലും ഒക്കെ. പക്ഷെ ഇവിടെ നാട്ടിലെ ടൈപ്പ് മുല്ല കിട്ടാൻ ഭയങ്കര പാടാ. ദാ ഈ ഒരു ടൈപ്പ് മുല്ലയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ കടയില് പോയപ്പം അവിടെ ഉണ്ടായിരുന്ന 5 പ്ലാന്റ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു, നട്ടു. ഇതൊരു ക്ലൈംബർ ടൈപ്പ് മുല്ലയാണ്. പക്ഷെ മണമൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുല്ലയുടെ ഒക്കെ പോലെ തന്നെയാണ്. പിച്ചിപ്പൂവല്ല പക്ഷെ ഇത്.
ആൻഡ് ഇതിൽ ഒരുപാട് പൂ വരുന്നുണ്ടായിരുന്നു. ഒരുപാട് പൂ. പക്ഷെ ഇപ്പൊ എന്താന്നറിയില്ല. പൂവൊക്കെ കുറവാണ്. അതുപോലെ ഈ നിൽക്കുന്ന നന്ദ്യാർവട്ടം. എന്ത് ഭംഗിയാന്നറിയാവോ ഇത്? ഇതിവിടെ നേരത്തെ താമസിച്ചവര് വെച്ചതാന്ന് തോന്നുന്നു. അതോ അതിനു മുന്നേ താമസിച്ചവര് വെച്ചതാണോന്നറിയില്ല. പക്ഷെ ഇതിൽ ഇഷ്ടം പോലെ പൂവുണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ മഴ സമയത്ത് അപ്പുറത്തെ വീട്ടിലെ മരം ഇങ്ങോട്ടേക്ക് വീണിരുന്നു. അപ്പൊ അതിലൊരു ബ്രാഞ്ച് വന്ന് ഈ നന്ദ്യാർവട്ടത്തിന്റെ മേളിലാണ് വീണത്. അതിൽ പിന്നെ ഇതില് പൂവുണ്ടാവുന്നത് കുറവാണ്. ഇനിയിപ്പോ ശരിയാക്കി എടുക്കണം. ദാ ഇത് വീടിന്റെ ഫ്രണ്ടിലത്തെ ഇപ്പറത്തെ സൈഡ്. ഇവിടെയും ഞങ്ങളാ പെറ്റൂണിയാസ് ആണ് നട്ടത്. അത്രയധികം പെറ്റൂണിയാസ് അതിലുണ്ടായിരുന്നൂന്ന് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. ആൻഡ് ഇവിടം തൊട്ട് പെറ്റൂണിയാസിന്റെ നടുക്ക് വേറൊരു പ്ലാന്റ് കൂടെ ഉണ്ട്. ജെർബറ. അത് 5 കളറാണ് ഞങ്ങള് വാങ്ങിയത്. 5ഉം 5 കളറാന്ന് പറഞ്ഞാ തന്നത്. ഇനി പൂ വരുമ്പോ അറിയാം 5 കളറാണോ അല്ലയോ എന്നുള്ളത്. ഈ റോയുടെ ഏറ്റവും അറ്റത്തുള്ളത് 2 റോസ് പ്ലാന്റ്സ് ആണ്. ഇത് ഞങ്ങൾ ഒടിച്ച് നട്ടതാണ്. ഇവിടെ തന്നെ ഉള്ള റോസാ ചെടിയുടെ. ഇതിലും പൂ വരാറുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ ചെടികൾക്കും പൂ വരുന്നത് കുറവാണ്. ഇനി ഇവരെയൊക്കെ ഒന്നും കൂടെ പരിപോഷിപ്പിക്കണം. നല്ല പൂവൊക്കെ വന്ന് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ദാ ഈ ഫ്രണ്ട് ഏരിയയില് ഈ ഒരൊറ്റ റോ ഫുള്ള് നടാൻ വേണ്ടി മാരിഗോൾഡ് വാങ്ങാനായിരുന്നു ഞങ്ങള് പോയത് ശരിക്കും. ഞങ്ങള് മേടിച്ച പ്ലാന്റ്സ് തികഞ്ഞില്ല സത്യം പറഞ്ഞാ. അത്രയധികം ഞങ്ങള് പ്ലാന്റ്സ് മേടിച്ചിട്ടും ഈ ഏരിയ കവർ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ആ കോർണറിൽ ഇനിയും സ്പേസ് ഉണ്ടായിരുന്നു. ആ മാരിഗോൾഡിന്റെ റോയുടെ പുറകെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ വീട്ടിലെ മെയിൻ താരം. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന റോസ ചെടികളാണിത്. ഇത് ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ വരുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ നട്ടതായിരിക്കും. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ പൂ വന്നപ്പം ഒരുമിച്ച് പൂ വന്ന് നിറഞ്ഞു നിപ്പുണ്ടായിരുന്നു. ഇനി വളമൊക്കെ ഇട്ട് ശരിയാക്കി എടുക്കണം. സോ ഇതാണ് ഞങ്ങൾ വാങ്ങിയ മാരിഗോൾഡ്. വാങ്ങി നട്ടതിന് ശേഷം എനിക്ക് അബദ്ധമായി എന്ന് തോന്നിയ ഒരു കാര്യമാണ്. കാരണം പൂവോടുകൂടി വാങ്ങണ്ടായിരുന്നു. ചെറിയ പ്ലാന്റ്സ് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് പിന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിൽ ചിലതൊക്കെ വാടി നിപ്പുണ്ട്. പക്ഷെ ചിലതൊക്കെ പിടിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ 4 കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. യെല്ലോ, ഓറഞ്ച്, വൈറ്റ് പിന്നെ ഈ ഡാർക്ക് കളറിലെ ഒരു റെഡ് പോലത്തെ ഒരു ഓറഞ്ച്. എന്തായാലും ചെറിയ പ്ലാന്റ്സ് വാങ്ങി അത് ഗ്രോ ചെയ്ത് പൂ വന്ന് കാണാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടാണ് പൂവോടുകൂടി വാങ്ങിയത്. അത് തെറ്റായി പോയോ എന്നറിയില്ല. എന്തായാലും നോക്കാം. ഇവരൊക്കെ പിടിച്ചു വരുന്നുണ്ടോന്ന് നോക്കാം. ഇല്ലെങ്കിൽ വീണ്ടും ചെറിയ പ്ലാന്റ് തന്നെ വാങ്ങി വെക്കേണ്ടി വരും. ദാ പുറകിലത്തെ റോസാ ചെടി കണ്ടില്ലേ? സത്യം പറഞ്ഞാ ഇതിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് അറിയില്ല. ഞങ്ങള് വന്ന സമയത്ത് ഈ ഒരു ഹൈറ്റ് ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. പിന്നീട് അത് വളർന്ന് 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 ഇതിന്റെ ഡബിൾ ഹൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്ത് വിട്ട ആ ഒരു സ്റ്റേജിലാണ് ഇപ്പം റോസ് എല്ലാം ഉള്ളത്. മാരിഗോൾഡ് നട്ടതിന് ശേഷം പിന്നെയും സ്പേസ് ബാക്കിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അവിടെ നടാൻ പിന്നെ ഞങ്ങള് ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവന്നു മാരിഗോൾഡ് തന്നെ. അതിനി വളർന്ന് പതുക്കെ പൂവൊക്കെ ആവട്ടെ. അല്ലേ? അങ്ങനെ ഞങ്ങൾ അന്ന് വാങ്ങിയ മെയിൻ പ്ലാന്റ്സ് ഇതൊക്കെയാണ്. എന്നാലും ഞങ്ങടെ ഗാർഡൻ നിറഞ്ഞിട്ടില്ലെന്നേ. കണ്ടില്ലേ? എന്തോരം സ്പേസാ ബാക്കി. ദാ ഈ ഒരു സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നതായിരുന്നു. ഇതിനെയൊന്നും ഞങ്ങൾ കളഞ്ഞിട്ടില്ല. ദാ ഇതിനപ്പുറത്ത് കുറച്ച് ഏരിയയും കൂടെ ഉണ്ട്. ആ കുറച്ച് സ്പേസിൽ ഞങ്ങൾ വേറൊരു പ്ലാന്റും കൂടെ നട്ടുവിട്ടിട്ടുണ്ട്. ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഇത് ബെൽ ഫ്ലവർ എന്നോ ബ്ലൂ കളറിലെ എന്തോ ഒരു ബെൽ ഫ്ലവർ ഐറിസ് സംതിങ് അങ്ങനെ എന്തോ ആന്ന് തോന്നുന്നു. അതിനി പൂ വന്നാലേ മനസ്സിലാവുള്ളൂ. പുള്ളി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. സോ അതാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു അന്ന് ഞങ്ങൾ വാങ്ങിയ പ്ലാന്റ്സ് ആൻഡ് ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ. ഇനി ഇഷ്ടം പോലെ സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ ഇനിയും ഗാർഡൻ വീഡിയോസ് ഒക്കെ ഉണ്ടാവും. സോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.